ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഒരു ലൈവ് വന്നത്. പ്രത്യേകിച്ച് ഇന്ന് സർക്കിട്ട് എന്ന് പറഞ്ഞ എന്റെ സിനിമയുടെ ട്രെയിലർ റിലീസും ഫസ്റ്റ് പോസ്റ്ററും ഒക്കെ ഷെയർ ചെയ്തതിനോടനുബന്ധിച്ച് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ആഭ്യന്തര കുറ്റവാളി കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതി റിലീസ് പ്ലാൻ ചെയ്തിരുന്ന ആഭ്യന്തര കുറ്റവാളി എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യാതിരുന്നതെന്ന്. അപ്പോൾ അതിന്റെ സംവിധായകനും നിർമ്മാതാവും സേതുവും നൈസാം എന്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി പറയണം. ആളുകൾ അറിയണം, ആ സിനിമ കാണാൻ ആഗ്രഹിച്ചവർ അല്ലെങ്കിൽ ആ സിനിമയെ പറ്റി അറിഞ്ഞവരെല്ലാവരും അതിന്റെ കാരണം എന്തുകൊണ്ടാണ് അതിന്റെ റിലീസ് മാറ്റി വെച്ചതെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് സേതു. അല്ല, നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന പോലെ ഏപ്രിൽ 17 തന്നെയായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തും എന്ന് നമ്മുടെ പ്രതീക്ഷ. അതനുസരിച്ച് നമ്മൾ പ്രൊമോഷൻ ഒക്കെ വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ സിനിമയെ പറ്റിയിട്ട് കുറേ അലിഗേഷൻസും കാര്യങ്ങളും വന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അത് കോർട്ടിൽ നിന്നുള്ളൊരു ചെറിയ ഇഷ്യൂ കാര്യമായപ്പോൾ നമ്മൾ എന്തായാലും ഇതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. അതായത് എന്റെ പ്രൊഡ്യൂസർ നൈസാം സലാമോ അല്ലെങ്കിൽ എന്റെ ക്രൂവിലെ മെമ്പേഴ്സോ ഇവരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന അലിഗേഷൻ നയിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ₹1 വാങ്ങിച്ചിട്ടില്ലാന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഈ സത്യം കോടതി തെളിയിക്കാൻ പറ്റുമെന്നും ഞങ്ങൾക്ക് ധൈര്യമുള്ളതും കോടതി വഴി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പ്രൊഡ്യൂസർ